പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിനലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളാം, വായോ പോകാം പാടാം മേളാം. നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യണം അല്ലേ? പോളച്ച സ്വാഗതം. മനോജേട്ടാ സ്വാഗതം. സിസിലിക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോകുന്നു. ആദ്യം വേദിയിൽ മത്സരിക്കാനായിട്ട് എത്തുന്നത് ഇവാൻ മാർട്ടിൻ. വരൂ. ഇവാനെ ഇനി ചിരിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. ഇവിടെ വന്നിട്ട് ചിരിച്ചു കാണിച്ചപ്പോൾ അവിടുന്ന് വരുമ്പൊക്കെ എന്താണ് ഇത്ര ആലോചിച്ച് വരണേ? എന്താണ് ആലോചിക്കണേ? നന്നായിട്ട് പാടാൻ പറ്റുമോന്ന്. പറ്റുമോന്ന്? പറ്റും, ഉറപ്പല്ലേ? ഇവനൊക്കെ എത്ര നല്ല ടാലന്റഡ് സിംഗർ ആണ്. അപ്പൊ സുഖമായിട്ട് പാടാൻ പറ്റും. ഇന്നിപ്പോ മോൻ ലണ്ടൻ സോങ് ആണോ പാടാൻ പോകുന്നത്? ഓക്കെ, അപ്പം ഈ ഒരു പാട്ടിലേക്ക് എത്താനായിട്ട് മോനത് ആ ഒരു പ്രോസസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഇല്ല. ആരാ മോനെ ഹെൽപ്പ് ചെയ്ത് സെലക്ഷന്റെ സമയത്തൊക്കെ? സെലക്ഷന്റെ സമയത്ത് അമ്മ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ അമ്മയുടെ ഒരു ജോലിയായിരുന്നു നല്ല പാട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതെ. അങ്ങനെ എത്ര പാട്ടുകളിൽ നിന്നാണ് അവസാനം ഈ പാട്ടിലേക്ക് എത്തിയത്? അങ്ങനെ കണക്കൊന്നും അറിയത്തില്ല. കുറെ പാട്ടുകൾ നോക്കി അവസാനം മോന് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു പാട്ടിലേക്ക് എത്തി അല്ലേ? ഓക്കെ, അപ്പൊ മോൻ പല തവണ കേട്ട് പഠിച്ച് നല്ല തറവായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ലണ്ടൻ കാറ്റഗറിയിലുള്ള പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ബ്യൂട്ടിഫുൾ ആക്കണം കേട്ടോ ഇവാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭൂഷണായി തീരുകില്ലും. ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭൂഷണായി തീരുകില്ലും. ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ.
കഴുതയാകാൻ നിന്നെ പ്രതി ഒരു ഭൂഷനാകാൻ നീതീകരിക്കുന്ന വാക്കുരിയാടാതെ നിന്ന പരിഹാസമേറ്റുവാങ്ങി നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാൻ നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാം എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ ലോകത്തിനൊന്നും മുഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു പാപസുഴികളിൽ താഴാതിരിക്കാൻ ഞാനെത്രയേറെ നോമ്പു നോറ്റു നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭൂഷണായി തീരുകില്ലും ദൈവമേ നിൻ മുൻപിൽ ദാസനം ഞാനൊട്ടു ചെറുതായി പോവരുതേ ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭൂഷണായി തീരുകില്ലും ദൈവമേ നിൻ മുൻപിൽ ദാസനം ഞാനൊട്ടു ചെറുതായി പോവരുതേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ ഇവാന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? നന്നായി പാടിയോ? ഓക്കെ ആയിരുന്നു അല്ലേ? അവര് ഹാപ്പിയാണ്. മോൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഫുൾ ഹാപ്പി. സാറ്റിസ്ഫൈഡ് ആണ്. യെസ്. ആഹാ. അപ്പൊ പോളച്ചൻ സാറ്റിസ്ഫൈഡ് ആണോ? അതെ, ഇവൻ നന്നായി പാടി. താങ്ക് യു. ഇവൻ എങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോ പാട്ട് കഴിയും തോറും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ റൗണ്ടിൽ കണ്ട ഇവാനല്ല ഇത്. വളരെ മനോഹരമായിട്ട് പാടി. നല്ല പാട്ട്, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെലഡിയാണ്. അതിനെ വളരെയധികം ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമം നടത്തി. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെന്റ്, അത് കുറേയും കൂടിയും നല്ല ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ ഇവാൻ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതാണ് നല്ല കോൺഫിഡൻസ് ലെവല്. ഇപ്രാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് പാടിയത്. പാട്ട് കേൾക്കുമ്പോൾ അറിയാം. പിന്നെ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു പാട്ട്. പ്രത്യേകിച്ച് എന്നെ
കുരിശോളം വലുതാക്കണേ എന്നൊക്കെ പറയുന്ന സമയത്തുള്ള ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഒരു ഭക്തിഭാവം, അത് ഉള്ളിൽ നിന്ന് വളരെ നന്നായി ഇങ്ങനെ വന്ന പോലെ തോന്നി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഞങ്ങളൊക്കെ പിടിച്ചിങ്ങനെ അതിലേക്ക് ഞങ്ങളെ അതിലൊക്കെ മുഴുകിപ്പോയി അത് കേട്ടിട്ട്. വളരെ നല്ല കാര്യമാണ്. പിന്നെ ഭോഷൻ എന്നുള്ളത് കുറച്ച് ശക്തിയായിട്ട് തന്നെ പറയണം. ബോന്ന വരുന്നുള്ളൂ, ഭോ, ഘോഷം ആയിട്ടുള്ള ശബ്ദം കുറച്ചുകൂടി ഫോഴ്സ് ചെയ്യണം അവിടെ. ഫോഴ്സ് മീൻസ് ടു മച്ച് ഫോഴ്സ് പോലെ ഒരു മൈൽഡ് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ വിജയിച്ചിടത്തൊരു, അത് എൻ്റെ അങ്ങോട്ട് മുറിഞ്ഞ് കുറച്ച് അവിടെ ശക്തി ഒന്ന്, അത് ആ എൻ്റെ നോട്ടിൽ ശ്രുതി ഒന്ന് കറക്റ്റായിട്ട് തന്നെ പിടിക്കാൻ നോക്കണം, വിട്ടുകളയാൻ പാടില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഓരോ പാട്ട് കഴിയുന്തോറും ഓരോ റൗണ്ട് കഴിയുന്തോറും മുകളിലേക്ക് പോയി മികച്ച ഗായകനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇവാൻ മാർട്ടിൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ഇവാൻ എന്തോ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പാട്ടിൽ കഴിയും തോറും മോൻ്റെ ആ ഒരു റെൻഡീഷൻ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓക്കെ, നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. കാരണം ഇങ്ങനെ മോൻ അവിടെ നിന്ന് പാടുമ്പോൾ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. അതായത് ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെലഡിയാണ്. ഇതിന് വളരെ കൂളായിട്ട് ഈസി ആയിട്ട് പാടി പോകാൻ പറ്റാവുന്ന ഒരു മെലഡിയാണ് മോൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനോട് മോൻ ജസ്റ്റിസ് കാണിച്ചു. നല്ല ഫീലുണ്ടായിരുന്നു. പിന്നെ മോൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് മോൻ്റെ വോയിസാണ്. ഹാവ് എ ഗ്രേറ്റ് വോയിസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ ഒരു എക്സ്പ്രഷൻസും ഡൈനാമിക്സും ഒക്കെ വേണ്ട രീതിയിൽ മോൻ പാടി. പിന്നെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് സാധ്യതകളുള്ള ഒരു സോങ് സെലക്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി ഇനി വരുന്ന റൗണ്ട്സിലൊക്കെ. കാരണം എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. കുറച്ചുകൂടെ നമ്മൾ ഇതൊക്കെ കാണിക്കാൻ പറ്റാവുന്ന, നമുക്ക് പാടി കുറച്ച് കഴിവുകളൊക്കെ കാണിക്കാൻ പറ്റാവുന്ന പാട്ടാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി എന്ന് മാത്രം. ഇറ്റ്സ് എ നൈസ് സോങ്, നല്ല മെലോഡിയസ് സോങ് ആണ്, എല്ലാം ഓക്കെയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എൻഡിൽ ആ വാക്കുകൾ പലപ്പോഴും കേൾക്കുന്നില്ല. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ ഞാനൊട്ട് ചെറുതായി, അത് പോകരുതേ എന്നാണോ പോവരുതേ എന്നാണോ? പോകരുതേ. മുൻ പാടുണ്ടായിരുന്നു പോവരുതേ എന്നായിരുന്നു കേട്ടോ. അപ്പം ആ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ആ ഒരു എൻ്റെ ഇത് മാത്രമാണ്, നിന്നെ പാരിന് നൽകുവാനായി നീ, അപ്പം നീ പോയി. അതുപോലെ വീണ്ടും അതുപോലെ തന്നെ ആ ഒരു എൻ്റെ എത്തുമ്പോൾ അത് എന്താ ബ്രത്ത് ഇതാണ്, വേറെ എന്തെങ്കിലും ഇതുകളുണ്ടോ? ഇല്ല, എല്ലാം ഓക്കെയാണ് അല്ലേ? വേറെ കോൾഡോ അങ്ങനെ പ്രതികളൊന്നും ഇല്ല അല്ലേ? പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഒരു അച്ഛൻ പറഞ്ഞ ചില എക്സസൈസുകളുണ്ടല്ലോ, ചില സമയങ്ങളിൽ ഒരു അനുനാസികം വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് മോൻ്റെ വോയിസിൽ. അപ്പം അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ അച്ഛൻ പല സമയങ്ങളും പറയാറുള്ളതാണ്. അല്ല, കുറച്ചുകൂടി വായ തുറന്ന് പാടണം. കാരണം നമ്മൾ എയർ മൂക്കിക്കൂടെ കൂടുതൽ വിടാൻ നോക്കുമ്പോൾ നീസൽ ക്വാളിറ്റിയാണ് നമ്മുടെ ശബ്ദത്തിൽ വരിക. അപ്പോൾ നമ്മൾ വായ നന്നായിട്ട് തുറന്നു പിടിക്കുകയാണെങ്കിൽ, അത്യാവശ്യം നന്നായിട്ട് തുറന്നു പിടിക്കുകയാണെങ്കിൽ അധികമുള്ള അനുനാസികം കുറയ്ക്കാൻ പറ്റും. അല്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്ത പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. വാ തുറന്ന്, ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിനോട് പറയുന്നതാണ്, വാ തുറന്ന് പാടും. അപ്പോൾ അത് വളരെ വ്യത്യാസം വരും. നമ്മുടെ പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് വരും, കോൺഫിഡൻസ് ലെവൽ കൂടും. ഇതുപോലത്തെ ഈ അനുനാസികം ഓവറായിട്ടുള്ളതൊക്കെ കുറേയൊക്കെ കൺട്രോൾഡ് ആവും. ഓക്കെ, അപ്പം അങ്ങനെ വാ തുറന്ന് പാടാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. മോൻ എന്തായാലും യു ആർ എ വെരി ടാലൻറ്റഡ് സിംഗർ. യു ഹാവ് എ ബ്ലെസ്ഡ് വിത്ത് എ ഗ്രേറ്റ് വോയിസ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സിസ്ലി. ഇവാൻ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് സെലക്ട് ചെയ്തത്. മോൻ്റെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ മോന്
മോൻ ഇൻട്രസ്റ്റോടുകൂടിയാ പാടുന്നത്. അത് പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മുടെ പേരൻസ് പുഷ് ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അവർക്ക് പാടാൻ പറ്റാത്തതുകൊണ്ട് അവർ പിള്ളേരെ പാടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒന്ന് പുഷ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പ്രായം വരെയൊക്കെ അത് പോകത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അങ്ങ് പോകും. പക്ഷെ മോനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് മോൻ സ്റ്റേജിൽ നിന്ന് പാടുമ്പം ആ സ്നേഹിച്ച് പാടുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു നല്ല കാര്യം. മോൻ്റെ വോയിസ് അതൊരു നല്ലൊരു മെയിൽ വോയിസ് ആയിട്ട് ഇങ്ങനെ ബ്ലൂം ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ സ്പിരിച്വലി നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. അതായത് ഇപ്പം ഫിലിം സോങ്സ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം പാടാൻ, സിനിമാറ്റിക് പാടാൻ. അവിടെ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അവിടെ പോവാതെ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് വന്നു. അതൊരു നല്ല കാര്യമാണ്. ഈശോയ്ക്ക് വേണ്ടി പാടാനായിട്ട് മോനൊരു മനസ്സ് കാണിച്ചു, അതിന് പേരൻസ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മോൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഈ പാട്ടിലും കാണാനുണ്ട്. ഈ പാട്ട് മോൻ ലിറിക്സ് ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ് ലിറിക്സ്? എന്താ കൺവേ ചെയ്യുന്നത് അതിനകത്ത്? ഈശോനെ കുരിശ് തറയ്ക്കാൻ സമയത്ത് ഈശോന്റെ ചിന്തകളെ കുറിച്ചൊക്കെയാണ്. അതിനേക്കാളും ഒരു പ്രാർത്ഥനയാണ് ഈ പാട്ട് ബേസിക്കലി. എൻ്റെ ആദ്യത്തെ 4 ലൈൻസ് നമുക്ക് വേണമെങ്കിൽ എത്ര നാളുകൾ വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്തിരിക്കാവുന്ന, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു 4 വരിയാണ്. അതായത് ലോകത്തിൽ നമ്മളൊരു വിജയി ആയില്ലെങ്കിലും ദൈവത്തിന് മുൻപിൽ ദൈവമേ എന്നെ ഓർക്കണേ. അപ്പം അതായത് മോന് ഇപ്പോൾ ഒരു വഴക്കുണ്ടാക്കി, ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കി, ഒരു ഫ്രണ്ട് വന്ന് വഴക്കുണ്ടാക്കി. അപ്പം മോന് പറയാണ്, പോട്ടടാ ഞാൻ നിന്നോട് ക്ഷമിച്ചു, എന്നാലും എനിക്ക് വേദനിച്ചെന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയും, നീ എന്ത് ഭോഷനാടാ, നീ എന്ത് വിഡ്ഢിയാടാ, അവനോട്ട് 2 വെച്ച് കൊടുക്കായിരുന്നില്ലേ എന്ന് ചിലപ്പോൾ ഫ്രണ്ട്സ് പറയും. അപ്പം ലോകത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ നമുക്ക് വേണമെങ്കിൽ 2 പൊട്ടിക്കാം. പക്ഷെ അതിന് പകരം ക്ഷമിക്കാൻ പറ്റിയാൽ ലോകത്തിൻ്റെ കണ്ണിൽ അത് ചിലപ്പോൾ ഒരു വിഡ്ഢിയായിട്ടോ ഭോഷനായിട്ടോ ഒക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഈശോയുടെ കണ്ണിൽ അതിന് ഭയങ്കര വാല്യൂ ആണ്. ഈശോ മോനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. അങ്ങനെ ഒരു കാര്യം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുക, ക്ഷമിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ലോകത്തിൻ്റെ കണ്ണിൽ ചിലപ്പം അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷെ ഇതൊരു ബ്യൂട്ടിഫുൾ ലൈൻസ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ എടുത്ത് വെക്കാം ഹൃദയത്തിൽ. എല്ലാം ലോകത്തിനെ കാണുന്നത് ശരിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പ്രെയറും വരികളും നല്ല മ്യൂസിക്കും മോൻ നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് ആ കുരിശോളം വലുതാക്കണേ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് പാടിയില്ലേ, അതെങ്ങനെയായിരുന്നു? എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. കുറച്ചും കൂടി നന്നായി ടേക്കിൽ വന്നപ്പോൾ അത് ഓരോ തവണ പാടുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇനി ടി വിയിൽ വരുമ്പോൾ കേട്ട് നോക്കിക്കോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇവാൻ, എന്തോ ഇവാൻ എപ്പോഴും സ്റ്റേജിലേക്ക് വന്ന് ഇവിടെ നിന്ന് പാടാൻ പോകുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര എന്താ പറയാ, കുറച്ച് ടെൻഷൻ ഉണ്ടെന്നൊക്കെ ഇവാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവാൻ വൺസ് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കൂളാണ്. അത് ശരിക്കും പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അങ്ങനെ ഇവാൻ അത് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ കോൺഫിഡൻസിന്, ആ പാട്ടിന് സിസ്ലി എത്ര മാർക്കാണ്? ഇവാൻ 8 out of 10. താങ്ക് യു. മനോജേട്ടാ? ഇവാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, 8 മാർക്സ്. താങ്ക് യു. അച്ഛാ? ഇവാൻ 8 മാർക്സ്. അപ്പൊ അങ്ങനെ മൊത്തം 24 മാർക്കാണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ സന്തോഷായോ? സന്തോഷായി, ഒരുപാട് സന്തോഷായി. ഓക്കെ, അപ്പൊ ഇനി ഈ രണ്ടാമത്തെ റൗണ്ടിൽ മോന് ഒരു പാട്ടും കൂടെ പാടാനുണ്ടല്ലോ. സെമി ക്ലാസിക്കലാണ് ഇനി പാടാനുള്ളത് അല്ലേ? അതെല്ലാം പഠിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണോ? കുറച്ചുകൂടെ സെറ്റാക്കാനുണ്ട്. അപ്പൊ എന്നാ പെട്ടെന്ന് പോയി അതും കൂടെ ശരിയാക്കി എല്ലാം പഠിച്ചു വെച്ചോളൂ. നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 അടുത്തത് സെയിൻസ് കാറ്റഗറിയിലുള്ള ഗാനമാണ് നമ്മൾ വേദിയിൽ കാണാൻ പോകുന്നത്. പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷണിക്കാം ഹന്ന ബി രാജ്. ഹന്നക്കുട്ടി, വേഷമൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലായി. എന്തുകൊണ്ടാ മോളെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് ഈ പാട്ട് പറഞ്ഞു തരുന്നു നമുക്ക്. അതുപോലെ തന്നെ മദർ തെരേസ പാവങ്ങളെ സഹായിച്ചതും പിന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. മോൾ ഇതെല്ലാം വായിച്ചറിഞ്ഞോ അതോ കേട്ടറിഞ്ഞോ? എങ്ങനെയാ മോൾ ഇതിലേക്കൊക്കെ ഈ ഒരു അറിവുകൾ നേടിയതൊക്കെ എങ്ങനെയാണ്?
കേട്ടറിഞ്ഞു. അപ്പൊ ആരാ മോൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നത്? പപ്പയും അമ്മയും. പപ്പയും മമ്മി. അപ്പൊ അവരൊരു പക്ഷെ വായിച്ചും പലയിടത്തുനിന്നും കേട്ട ഓരോ കാര്യങ്ങൾ മോൾക്ക് പറഞ്ഞു തരികയായിരുന്നു. അപ്പം ഈ ഒരു സയൻസ് കാറ്റഗറി ഇങ്ങനെ ഒരു റൗണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഇത് തന്നെയായിരുന്നോ? അതെ. അതോ എൻ്റെ പള്ളിയിലെ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വിശുദ്ധ മദർ തെരേസയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേറൊരു തോട്ടിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് തന്നെ വന്നില്ല അല്ലെ? ഈ ഒരു കാറ്റഗറി വന്നപ്പോ തന്നെ മദർ തെരേസ അതങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചെടുത്ത പാട്ടുമാണോ അതോ നിങ്ങളുടെ പള്ളിയിൽ ഇതുള്ളത് കൊണ്ട് മോൾക്ക് അറിയാവുന്ന പാട്ടാണോ? നേരത്തെ അറിയാവുന്ന പള്ളിയിൽ പാടിയിട്ടുള്ള പാട്ട് തന്നെയാണ് പാടുന്നത്. ഓക്കെ. അപ്പം ഹന്ന സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ആദ്യം നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് വന്നപ്പം ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വാങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് സയൻസ് കാറ്റഗറിയിലേക്ക് വരുമ്പം ഒരു തരി പോലും പിന്നോട്ട് പോവരുത് കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് വേഷമൊക്കെ ഇട്ട് വന്നപ്പോൾ പെർഫോമൻസിൽ ഒരു രീതിയിലും മോശം വരാൻ പാടില്ല. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് മോളെ. പാട്ടിന് ശേഷം കാണാം. Voice of goodness. Season 3.
ഹന്നക്കുട്ടി എന്തോ എന്താ പറയാ, എന്ത് രസമായിരുന്നു, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ മോളി ചെയ്തത്. ഇഷ്ടപ്പെട്ടു, തൃപ്തിയായി. ആണോ? വീട്ടിൽ പാടിയതിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടാണോ ഇപ്പൊ പാടിയത്, അതോ ഇതിനെക്കാട്ടിലും ബെസ്റ്റ് എപ്പോഴെങ്കിലും പ്രാക്ടീസ് ചെയ്തപ്പോ പാടിയിരുന്നോ? എന്ത് ചോദിച്ചാലും എന്ന് പറഞ്ഞ ഞാൻ എന്ത് മനസ്സിലാക്കാനാ. അതുപോലെ തന്നെ ഇവിടെയും പാടി. ഓക്കേ സിസിലി, ഇഷ്ടപ്പെട്ടോ ഹന്നയുടെ പാട്ട്? ഹന്നക്കുട്ടി എന്തോ എന്ത് ഗ്രേസ്ഫുൾ ആയിരുന്നെന്നോ, എന്ത് രസമായിരുന്നു എന്നറിയോ. അവിടെ പുറയില് മദർ തെരേസാമ്മ നിപ്പുണ്ടായിരുന്നു. വല്ലതും അറിഞ്ഞോ? മുമ്പില് മോളും. എന്ത് രസമായിരുന്നറിയോ. ഭയങ്കര, നിങ്ങൾ ഈ ഡ്രസ് ചെയ്ത് വരുമ്പോ ഇല്ലേ ഭയങ്കര ഗ്രേസ്ഫുൾ ആവുന്നു പെട്ടെന്ന്. ആ സാധാരണ കാണുന്ന പോലെ അല്ലാതെ ഒരു ഫീലിംഗ്. എനിക്കാണോ അങ്ങനെ തോന്നുന്നത്, അതോ എല്ലാവർക്കും തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ബാക്കിൽ അതും കൂടെ വരുമ്പോഴേ നമ്മൾ ഇവരെ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ സെയിം പോലെ, പിന്നെ ഇവർ അതുപോലെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ പാടുകയും കൂടെ ചെയ്യുമ്പോ ഭയങ്കര ഒരു കാണുമ്പോ നമ്മുടെ വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വല്ലാത്തൊരു ഫീലാ തരുന്നേ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മനോജേട്ടൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, എത്ര ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രൂവിനൊരു വലിയ കയ്യടി കൊടുക്കാം, അവരുടെ ഒരു ഐഡിയ ആയിരുന്നല്ലോ. അതാ. സോ മോളെ നന്നായി പാടി. മോൾക്ക് അറിയാവുന്ന ഒരു പാട്ടും കൂടെ ആയതുകൊണ്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട്, ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ റെൻഡിഷൻ ആയിരുന്നു. നമ്മൾ പെട്ടെന്നൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് മോള് പാടുന്നത്. ചില ലൈൻസ് ഇല്ലേ, പ്രത്യേകിച്ച് ആ ബിഗിനിങ് ചിറകുകൾ, ആ ലൈൻ, 2 ലൈൻ, അതിനുശേഷം തെരുവോരങ്ങളിൽ വീണ ആ ലൈനൊക്കെ ഇല്ലേ, ഞാൻ ഗുഡ് 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 എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് ആകെ ആ പുലർവേളയിൽ നിന്ന് പാടിയ ഒരു ലൈനില്ലേ, അത് ആ സക്രാരിയിൽ എന്ത് പറ്റി ചെറിയൊരു ജേർക്ക് വന്നു. 2 തവണയും അങ്ങനെ തന്നെ വന്നു. പക്ഷെ അത് ചരണം പാടി ഇപ്പൊ നന്നായിട്ട് വരികയും ചെയ്തു. ഒന്ന് പാടി കേൾപ്പിക്കോ അത്, സക്രാരി, ആ അനുപല്ലവിയിലെ ഫസ്റ്റ് 2 ലൈൻസ്. പുലർവേളയിൽ സക്രാരി മുന്നിൽ മിഴി പൂട്ടി നീ ധ്യാനിച്ച നേരം. ഗുഡ്, വെരി ഗുഡ്. ഇത് ചരണം വന്നപ്പോഴും നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. ഈ മദർ തെരേസാമ്മയുടെ ഒരു ഇത് കേട്ടിട്ടുണ്ടോ, കഥ കേട്ടിട്ടുണ്ടോ? അതായത് ഈ ലൈൻസ് ഗോ ത്രൂ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാ. അതായത് മദർ തെരേസാമ്മയ്ക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരിങ്ങനെ വരും, അവരെ നോക്കാനായിട്ട് കൊണ്ട് ഏൽപ്പിക്കും. ആരോരും ഇല്ലാത്തവരെയൊക്കെ അവിടെ കൊണ്ട് ഏൽപ്പിക്കും. അപ്പം ഇവർക്ക് കുറച്ച് പേരേ ഉള്ളൂ താനും, ഒരുപാട് ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, അതുപോലെ പൈസയില്ല, ഫണ്ടില്ല, നോക്കാൻ ആൾക്കാരില്ല. അപ്പം മദർ തെരേസാമ്മയുടെ ഒരു റൂളുണ്ട്, എന്ത് സംഭവിച്ചാലും നമ്മൾ 1 മണിക്കൂർ സക്രാരിയുടെ മുമ്പിൽ ഇരിക്കണം. അഡ്രേഷൻ, യുക്കറിസ്റ്റിക് അഡ്രേഷൻ്റെ 1 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തികൾക്കായിട്ട് ഇറങ്ങും. അങ്ങനെയാണ് റൂള്. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാർ വരാൻ തുടങ്ങിയപ്പം മറ്റ് സിസ്റ്റേഴ്സ് എന്നിട്ട് മദർ തെരേസാമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതായത് ഈ 1 മണിക്കൂർ എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് അതൊരു 1/2 മണിക്കൂറാക്കി തരും. അപ്പോൾ ബാക്കി ആ 1/2 മണിക്കൂറും കൂടെ നമുക്ക് എല്ലാവരെയും നോക്കാം, കാരണം സമയമില്ലല്ലോ. അപ്പം മദർ തെരേസാമ്മ പറഞ്ഞു, അതാണല്ലേ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂർ എന്നുള്ളത് നമുക്ക് 1.5 മണിക്കൂർ ആക്കാമെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ അഡ്രേഷൻ നീട്ടി. അപ്പം മദർ തെരേസാമ്മ പറയുന്നത്, നമ്മളിത് ചെയ്യുന്നത് നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മൾക്ക് ഭയങ്കര ആരോഗ്യം ഉള്ളതുകൊണ്ടൊന്നും അല്ല. നമ്മൾ ഇവിടുന്നാണ് സ്ട്രെങ്ത് ആർജിച്ചെടുക്കുക. എവിടുന്നാ? ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നമ്മൾ സ്ട്രെങ്ത് ആർജിച്ചെടുക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്, അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടല്ല. അപ്പം നമുക്ക് കൂടുതൽ ആൾക്കാരെ നോക്കണമെങ്കിൽ കൂടുതൽ നേരം നമുക്ക് അഡ്രേഷനിലിരിക്കാം. അപ്പം അതൊരു ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു എന്ന് മറ്റ് സിസ്റ്റേഴ്സ് പറഞ്ഞു അത്രേ. ഈ പുലർക്കാല വേളയിൽ സക്രാരിയുടെ മുമ്പിൽ മിഴിപ്പൂട്ടി ധ്യാനിച്ച നേരം എന്നൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ സ്റ്റോറിയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ, മദർ തെരേസാമ്മയുടെ കഥകൾ കേട്ടിരുന്ന നമുക്ക് ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ. അങ്ങനെയാണ് അവർ വെറുതെ അല്ല അവർ വിശുദ്ധരായി മാറുന്നത്. അവരുടെ ഓരോ ദിവസവും അവരുടെ ഓരോ ആക്ടിവിറ്റി, അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വേറെ ലെവലാണ്. നമ്മൾ വേറെ ലെവൽ എന്നൊക്കെ പറയില്ല, അതുക്കും മേലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അവരുടെ ജീവിതം. സോ താങ്ക് യു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മദർ തെരേസാമ്മയെ കുറിച്ച് ഓർക്കാൻ സാധിച്ചു. നന്നായി പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജേട്ടാ, ഹന്നമോൾ എന്തോ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം ഇവിടുന്ന് കാണാനായിട്ട്. അവിടെ പുറകിലൊരു വലിയ മദർ തെരേസാമ്മ, ഇവിടെ ഒരു കുട്ടി മദർ തെരേസാമ്മ. നല്ല രസമായിരുന്നു. ഞാനതാണ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മളെ അമേസിങ്, എക്സലന്റ് റെൻഡിഷൻ ഓഫ് ദി സോങ്. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ്. വളരെ മനോഹരമായിട്ട് മോളി പാട്ട് പാടി. അതൊരു CD അല്ലെങ്കിൽ റെക്കോർഡൊക്കെ കേൾക്കുന്ന പോലത്തെ ആ ഒരു ഫീലായിരുന്നു.
അവൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ സിംഗർ. ആ പാടുന്ന തരത്തിലുള്ള ആ ഒരു എക്സ്പ്രഷൻസും അതിൻ്റെ എല്ലാം വളരെ ഭംഗിയായിട്ട് മോള് പാടിയത്. താങ്ക് യു സാർ. അത് വലിയൊരു ഭാഗ്യമാണ്. ഇത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ തന്നെ പാടുക. പിന്നെ പോലെ ആ കോറസൊക്കെ വന്നപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു കുട്ടിപ്പട്ടാളം നിന്ന് ഈ ആ കോറസ് പാടിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇപ്പം ആ ഒരു പാട്ടൊക്കെ മൊത്തം ഒരു അതിൻ്റെ ഒരു എനർജി ലെവൽ കുറച്ചുകൂടെ കൂടി. മോൾക്ക് പിന്നെ സിസ്ലി മാം പറഞ്ഞ പോലെ ചെറിയ ഇവിടെ തന്നെ പുലർവേളയിൽ സക്രാരി, ഞാൻ അതൊക്കെ എൻ്റെ വളരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ അതൊക്കെ പാടുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ ഇത്രയും നന്നായിട്ടൊക്കെ വരുമ്പോൾ. പക്ഷെ എന്നാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ പാടിയപ്പോൾ നന്നായി പാടി. വേറെ കുഴപ്പമില്ല? അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രോട്ട് പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം ശരിയായി. ഈ ഉടുപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു അരൂപി മോളിലേക്ക് കിട്ടിയില്ലേ? അപ്പോൾ മദർ തെരേസയുടെ അനുഗ്രഹമുണ്ട് മോൾക്ക്. എനിക്കിതുപോലെ തന്നെ മദർ തെരേസനെ ഞാൻ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഞാൻ തൃശ്ശൂർ മദർ തെരേസ വന്നിട്ടുണ്ട്. തേക്കിൻകാട് മൈതാനത്തിൽ മദർ തെരേസ വന്നിട്ട് ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് കൊച്ചു കുട്ടിയാണ്. ഞാനൊക്കെ പോയി അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ ഒക്കെ കൂടെ നിന്ന്. അപ്പോൾ മദർ തെരേസ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കയ്യടിയായിരുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടാത്ത കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കരുത്, എനിക്ക് തന്നോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര കൈഡിയായിരുന്നു. ഒക്കെ നമ്മൾ എന്താ പറയുക, നേരിട്ട് കാണുക അല്ലെങ്കിൽ ഇത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. പിന്നെ എൻ്റെ അപ്പച്ചനും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അപ്പച്ചനും ഇതുപോലെ തന്നെ കാൽക്കട്ടയിൽ പോയിട്ട് മദർ തെരേസനെ നേരിട്ട് കണ്ട് അനുഗ്രഹമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം എനിക്കിതൊക്കെയായിരുന്നു എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നത്. മദർ തെരേസനെ കുറിച്ചിട്ടുള്ള പല കഥകളും ഇപ്പോൾ സിസ്ലി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊക്കെ എപ്പോഴും ഇൻസ്പയർഡ് ആവുന്ന ഒരു വ്യക്തിത്വമാണ് അവർ. എന്താ പറയുക, അവർ ദാറ്റ്സ് വൈ ദേ ആർ ദേർ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് മദർ തെരേസയുടെ അനുഗ്രഹം കാര്യമായിട്ടുമുണ്ട്. അപ്പം അത് കീപ്പ് ഇറ്റ് അപ്പ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. പോളച്ച അന്ന വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു ഓരോ പ്രാവശ്യവും. ഓരോ വരികളിലും എക്സ്പ്രഷൻസ് നന്നായി കൊടുക്കുകയും നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു പാട്ടിൻ്റെ സിംഗിങ്ങിൽ. ശ്രുതി വോയിസ് ഒക്കെ നല്ല പെർഫെക്ഷൻ. അത്ര എളുപ്പമല്ല അത്. നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. പാട്ട് അതിനാൽ തന്നെ അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് പാട്ടല്ല. ഉള്ള പാട്ടിനെ ഏറ്റവും നന്നായി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അന്നയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ നല്ല കോറസ് ആയിരുന്നു, നല്ല ഹമ്മിങ്, ഇടയ്ക്കൊരു നല്ല ഹമ്മിങ് ഉണ്ടായി. അപ്പോൾ ഇവിടെ മനോജ് സാർ പറഞ്ഞ പോലെ ഹന്നയുടെ പാട്ടിൽ നല്ല പ്രൊഫഷണലിസം ഉണ്ട്. അത് വലിയൊരു ഗിഫ്റ്റാണ്. പ്രൊഫഷണലിസം നമുക്ക് ഇത്രയും ചെറുപ്രായത്തിൽ കിട്ടുക എന്ന് പറയുന്നത്. വലിയ ഗായകർ പാടുന്ന പോലെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് അറ്റൻഡ് ചെയ്യാനും അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള സിദ്ധി എന്ന് പറയുന്നത് തമ്പുരാൻ്റെ വലിയ അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? പലരും എത്രയോ കഴിഞ്ഞിട്ടാണ് അതൊക്കെ അച്ചീവ് ചെയ്യുന്നത്. എത്രയോ ലേറ്റായിട്ടാണ് പലരും അവരുടെ വളർച്ചയിൽ അതൊക്കെ അച്ചീവ് ചെയ്യുന്നത് സംഗീത യാത്രയിൽ. മോൾക്ക് വളരെ നേരത്തെ തന്നെ അതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഗായികയായിട്ട് ശോഭിക്കട്ടെ, ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. എന്തായാലും മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു അല്ലേ? ഇനി എന്ത് വേണം അല്ലേ അല്ല? ഇനിയിപ്പോ മാർക്ക് അറിയണമെന്ന് തന്നെ ഉണ്ടോ? അറിയണം അല്ലേ? എത്രയാലും ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. പോളച്ച 9 മാർക്ക്. ഓക്കെ. മനോജേട്ടാ 9 മാർക്സ്. അപ്പോ ദേ അന്നും 27 കിട്ടി, ഇന്നും 27 കിട്ടില്ലേ? ഇല്ലേ? സിസിലി, നോ പറയണ്ട. സിസിലി, please. 9 marks. Yes. Okay. അപ്പോ 27 on 30. സന്തോഷായോ? ഒരുപാട് സന്തോഷം. ഇങ്ങോട്ടല്ല ചോദിക്കണ്ടേ, അങ്ങോട്ടാ ചോദിക്കണ്ടേ. സന്തോഷായോ?
അപ്പൊ അച്ഛനും ഒരു 27 മാർക്ക്, അമ്മയ്ക്കും ഒരു 27 മാർക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ പാട്ടിനും 27 മാർക്ക് വാങ്ങിയാൽ അത് ഹന്നക്കുട്ടിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് എപ്പോഴും തരണം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ മോളെ, ശരി, പോയിട്ട് വരും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെ മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഏഞ്ചലീന സ്റ്റാലിൻ വരും. യെസ് ഏഞ്ചലീന, മോൾ ഇന്നിപ്പോ പാടുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. ഓക്കെ ഓക്കെ, എന്താ പാട്ട് ഏതാ? ഓ സ്നേഹ ഗായിക. എന്തുകൊണ്ടാ പാട്ട് സെലക്ട് ചെയ്തു? എനിക്ക് വളരെ ഇഷ്ടമാണ് ആ പാട്ട്. ഓക്കെ, അത് മോള് നേരത്തെ അറിയുന്ന പാട്ടായതുകൊണ്ടാണോ? നേരത്തെ ഒരുപാട് പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഓ, ഇപ്പൊ പഠിച്ച പാട്ടാണോ? അപ്പൊ മോളിത് കേൾക്കുന്നത് നേരത്തെ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു വട്ടം പാടിയിട്ടുണ്ട്, ആ, പിന്നെ ഇത് സെക്കൻഡ് ടൈം. ആ, അപ്പൊ നേരത്തെ പാടിയിട്ടുണ്ട്. അതെവിടെയാ, മോടെ പള്ളിയിലാണോ അതോ? കോമ്പറ്റീഷന് പാടിയിട്ടുണ്ട്. ഓക്കെ, അന്നത്തായിരുന്നു പ്രൈസ് കിട്ടിയത്? ഫസ്റ്റ്. ഓക്കെ, ഏത് കോമ്പറ്റീഷൻ? മേഖലാ മത്സരത്തിനും രൂപത മത്സരത്തിന് 3rd പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ പാടി അന്ന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയെടുത്ത പാട്ട് സെമി ക്ലാസിക്കൽ ഗാനം വീണ്ടും അടുത്ത നമ്മുടെ ഈ മത്സരവേദിയിൽ ഇന്നിവിടെ പാടാനായിട്ട് എത്തുന്നു അല്ലേ? നന്നായിട്ട് പാടുക. തൊട്ടു മുന്നേ വാങ്ങിയ പോലെ നല്ല മാർക്ക് മോളും വാങ്ങിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
അവിടെ നിൽക്കുന്ന അവരുടെ ഫേസിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. എന്തായി? ഓക്കെ ആണോ? ഹാപ്പിയാണ്? ഓക്കെ ആണ്. അച്ഛൻ തംസപ്പ് പറഞ്ഞു. മോളോ ഡബിൾ തംസപ്പ് ആണോ? അല്ലേ? ചെറുതായിട്ട് എന്ത് പറ്റി? തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ പറ്റി, എവിടെയൊക്കെ ചെറുതായിട്ട് എവിടെ പോയി. പണി കിട്ടിയോ? പോയോ ഇടയ്ക്കൊക്കെ? ഇടയ്ക്കല്ല, അതെന്ത് പറ്റി? ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടാണോ സ്ട്രെയിൻ ആയത്? അതോ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഓ, അതുകൊണ്ട് പണി കിട്ടിയല്ലേ? സാരില്ല, നമുക്ക് ചോദിക്കാം. യെസ് സിസ്ലി. ഏഞ്ചലീന, എന്തോ ഏഞ്ചലീന ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നന്നായി പാടി. കഴിഞ്ഞ റൗണ്ടിനേക്കാളും വോയിസ് ഒക്കെ നല്ല ഒന്നുകൂടെ തുറന്ന് ബ്രൈറ്റ് ആയിട്ട് പാടി ഇന്ന്. വളരെ നന്നായിരുന്നു. അത് ആ ഒരു ഇൻഹിബിഷൻ വെക്കണ്ട, എന്തായാലും ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടല്ലോ. അങ്ങ് നന്നായി പാടുക. ഞങ്ങൾക്ക് തോന്നിയ മോള് നന്നായിട്ട് വോയിസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ അപ്പ് ആയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. പ്രത്യേകിച്ച് ഈ പാട്ടില് ഇതെങ്ങനെ ഇനി ഇതൊന്ന് ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ. മോള് പാടി, നന്നായിട്ട് പാടി ഈ പാട്ട്. പക്ഷെ ഈ റൗണ്ടിന് ഈ പാട്ട് മതിയായിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ ഏഞ്ചലീനയ്ക്ക് ഇപ്പോൾ നല്ല ടാലൻറ്റഡ് ആണ്. അപ്പം മോളുടെ ആ ഒരു ക്ലാസിക്കൽ രീതിയിലുള്ള മോളുടെ കഴിവ് കാണത്തക്ക രീതിയിലുള്ള ഒരു സോങ് ആയിരുന്നില്ല ഇത്. ഇതൊരു സാധാരണ ഒരു പാട്ട്, ഒരു രാഗം വേസ്റ്റ് ഒരു സാധാ പാട്ടായിപ്പോയി. നമ്മൾ ഒരു സെമി ക്ലാസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടി ഒരു ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടാലന്റ്. മോള് ക്ലാസിക്കൽ ഇപ്പം എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, പിന്നെ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു കോൺഫിഡന്റ് കുറവുണ്ടോ ക്ലാസിക്കൽ പാടാനായിട്ടുള്ള ഒരു? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സോങ് സെലക്ട് ചെയ്തേ? പെട്ടെന്നാണ് ഈ ഡിസിഷൻ വന്നത്. അപ്പോൾ സെമി ക്ലാസിക്കൽ സോങ് സെലക്ട് ചെയ്യാൻ നേരത്ത് ശരിക്കും എൻ്റെ അമ്മയും പപ്പയും ആരും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക, നിനക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു പാട്ട് പാടിക്കോളാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് കൊടുത്തതാണ്. അതാ പറ്റിപ്പോയി. ഓക്കെ. പക്ഷെ പാട്ട് നന്നായി പാടി, അതാണ്. പാട്ടിന് നമുക്കൊരു ഇൻപെർഫെക്ഷൻസ് ഒന്നും തോന്നിയില്ല. മോള് കഴിഞ്ഞ റൗണ്ടിനെയൊക്കെ അപേക്ഷിച്ച് നന്നായി പാടി. എനിക്ക് തോന്നിയത് ആ വോയിസ് ക്ലാരിറ്റി ഭയങ്കരമായിരുന്നു ഈ സോങ്ങിൽ മോള് പാടിയപ്പം. പിന്നെ കുറച്ച് സ്ലിപ്പുകൾ മോൾക്ക് തന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ചരണത്തില് പുണ്യഗേഹം എന്ന പോൽ അവിടെ മാത്രമാണ് വോയിസ് ഇച്ചിരി ഒന്ന് ഇതായത്. പക്ഷെ അതർവൈസ് നന്നായിട്ട് പാടി. പിന്നെ ഇല്ലേ, ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ഭാവനയാക്കി ഞാൻ എന്ന് പറയുന്നിടത്ത് സാധാ ബായാ പറയുന്നത്, ഭാവന, സന്നിധേ, ആ വാക്കുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് പ്രൊനൗൺസിയേഷൻ നന്നാക്കാമായിരുന്നു തോന്നി. പക്ഷെ മച്ച് ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ചും കൂടി ഒരു ടാലന്റ് കാണിക്കുന്ന മോള്, എസ്പെഷ്യലി മോളായതുകൊണ്ട്. ഇപ്പം എല്ലാവരുടെ അടുത്തും നമ്മളിത് പറയില്ല, ബിക്കോസ് ചിലർ ക്ലാസിക്കൽ പഠിച്ചിട്ടേ ഇല്ല, ചിലർ ക്ലാസിക്കൽ പഠിക്കാൻ അങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ വലിയ പാട്ട് എടുത്തോണ്ട് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏഞ്ചലീന നല്ല ടാലന്റഡ് ആണ്, കാണിക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പം ഇതാണ് പ്രശ്നം പറ്റിയെന്ന് ഇപ്പം മനസ്സിലായി. പക്ഷെ അപ്പം നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല സോങ് സെലക്ഷൻ, അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സോങ് സെലക്ഷൻ തന്നെ ഹാഫ് ദ ജോബ് ഇസ് ഡൺ എന്നാണ് പറയാ. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. ഏഞ്ചലീന നേരത്തെ പറഞ്ഞല്ലോ പണി കിട്ടിയോ എന്നൊരു സംശയം. പണി കിട്ടിയിരുന്നോ? എന്താ തോന്നിയത്? പണി കിട്ടിയ പോലെ തോന്നിയോ? ലാസ്റ്റ് ഒക്കെ കുറച്ചൊരു സ്ട്രെയിൻ തോന്നിയായിരുന്നു. അതാ. എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ അത്ര കാര്യമായിട്ട് അത് തോന്നിയില്ല കേട്ടോ. മോള് വളരെ ഗംഭീരമായിട്ട് പാടി പാട്ട്. കൺഗ്രാറ്റ്സ്. നല്ല എന്താ പറയുക, മോള് എൻജോയ് ചെയ്ത് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആയിട്ട് മോള് പാടുണ്ടായിരുന്നത്. അപ്പം മോളുടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പാടുമ്പോൾ തന്നെ നമുക്കും ആ ഒരു എൻജോയ്മെൻറ്റ് കൂടെ കിട്ടും. അപ്പം നമ്മളും അതിങ്ങനെ എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. മോൾ അതുപോലെ പാടിയത് ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ സിസ്ലി മാം പറഞ്ഞ പോലെ ഈ ക്ലാസിക്കൽ റൗണ്ട്, സെമി ക്ലാസിക്കൽ റൗണ്ടിന് പറ്റിയ പാട്ടാണോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം കുറച്ചുകൂടെ സെമി ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞു സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നുള്ളത്. ഇതാകുമ്പോൾ ഒരു നല്ലൊരു ലളിത ഗാനം, ഒരു രാഗ ബേസ്ഡ് ഒരു ലൈറ്റ് മ്യൂസിക് സോങ്, അതാണുള്ളത്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ മോളത് യു ഡെലിവേർഡ് ഇറ്റ് സോ വെൽ. പിന്നെ എന്താ പറയുക, അതിൻ്റെ എക്സ്പ്രഷൻസും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ആ ഷീവറിങ് ഒക്കെ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ തവണ പാടുമ്പോൾ ഒരു
ഈ ഒരു ഫാസ്റ്റ് വിബ്രാട്ടോ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അത് ഇറ്റ്സ് മച്ച് ബെറ്റർ. ഓക്കെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് പാടാൻ ശ്രമിക്കുക. പിന്നെ ഈ പണി കിട്ടി എന്ന് പറഞ്ഞത് ചെറിയ 1-2 സ്ഥലങ്ങളിലുള്ളൂ. എത്ര നാളായി ക്ലാസിക്കൽ പഠിക്കുന്നു? ഞാനിപ്പോൾ +1 തുടങ്ങിയ പിന്നെ ജൂലൈ തൊട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ബ്രേക്ക് വന്നത്? 10ാം ക്ലാസ്. എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് 10ാം ക്ലാസ് എത്തുമ്പോൾ ഇങ്ങനെ പാട്ട് ഇങ്ങനെ സ്റ്റോപ്പായി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. 10ാം ക്ലാസ്സിൽ വരുമ്പോൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യുവർ സ്റ്റഡീസ്. കാരണം നമ്മുടെ ബ്രെയിനൊക്കെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുക, പാടുക, ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുക. അപ്പോൾ അവർക്കായി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടികളുടെ മ്യൂസിക് പഠനം നിർത്തരുത് പ്ലീസ്, ഒരു അപേക്ഷയാണ്. അപ്പോൾ മോൾ എന്തായാലും ഇപ്പൊ പഠിക്കുന്നുണ്ട്, ദിവസം പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഇല്ലേ? ഓക്കെ. ആരാ ഗുരു? എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കെ. അച്ഛൻ പാടോ? ഇല്ല അല്ലേ? പക്ഷെ എന്തായാലും അച്ഛനും എല്ലാവർക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പപ്പയാണ്. കണ്ടോ, അത് ഞങ്ങൾക്ക് കൂടെ കാണാണ്ട് നല്ലൊരു ഐഡിയ കൊടുക്കണം ഡാഡിക്ക്. ഇങ്ങനെ മോളെ സപ്പോർട്ട് ചെയ്ത് അവിടെ ജോലിയും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇല്ല, അങ്ങനത്തെ ഒരു ഫാമിലി നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മോൾക്ക് അങ്ങനെ ഒരു ഫാമിലിയിലാണ് മോളുള്ളത്. അപ്പോൾ അതൊക്കെ ഇനി എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് മോൾഡ് ചെയ്ത് പാട്ടൊക്കെ നന്നായിട്ട് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പോളിച്ച, അഞ്ജലിനെ വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല ശബ്ദമാണ്, നല്ല പവർഫുൾ വോയിസ് ആണ്. ശരിക്കും അത് വലിയൊരു അനുഗ്രഹമല്ലേ, തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ നല്ല ബ്രത്ത് കൺട്രോള്, ആലാപൊക്കെ പാടുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല ബ്രീത്തിങ് ടിൽ ദ ലാസ്റ്റ് നോട്ട് വരെ നല്ല ബ്രത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു ജസ്റ്റിസ് പാട്ടിൽ ചെയ്യാൻ കാണിച്ചു. മാക്സിമം അതിൽ ഇൻവോൾവ് ചെയ്ത് പാടാൻ നോക്കി. എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ഇനിയും ചെറിയ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് മുഴുവൻ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുറേ കൂടി മനോഹരമായിട്ട് പാടാൻ കഴിയട്ടെ. ഇപ്രാവശ്യം കുറച്ചും കൂടി റെൻഡിഷൻ കുറച്ചും കൂടി ഓപ്പൺ ആയിരുന്നു കുറച്ചും കൂടി. അതുകൊണ്ട് കുറേ കൂടി കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ. തിരക്ക് പിടിച്ച് പാട്ട് സെലക്ട് ചെയ്ത് വന്നു, കഷ്ടപ്പെട്ട് പഠിച്ചു, എല്ലാം കഴിഞ്ഞ് വന്ന് ഫൈനൽ പെർഫോമൻസ് നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ എന്തോ ഒരു പാകപ്പിഴ തെറ്റിപ്പോയെന്ന് അറിയുമ്പോഴത്തെ ഒരു വിഷമം അല്ലേ? അതെ, സാരമില്ല, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇനിയും നമ്മളിപ്പം നമ്മുടെ മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എത്ര റൗണ്ട്സുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി ഓരോ പ്രാവശ്യം ഇത്തരത്തിലുള്ള വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ പോലും മോളും 10 ടൈംസ് ആലോചിക്കും, ഞാൻ എൻ്റെ ഈ റൗണ്ടിന് കറക്റ്റാണോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന പാട്ട്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുക. പക്ഷെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും മറന്നു പോകാതെ ഓർത്ത് വെക്കണം കേട്ടോ. പോളിച്ച, എത്ര മാർക്കാണ്? 8.5. താങ്ക് യു അച്ഛാ. മനോജ് ചേട്ടാ? 8.5. താങ്ക് യു സർ. സിസ്ലി? 8.5. താങ്ക് യു മാം. പിന്നെ എന്ത് വേണം? അപ്പോ മോളുടെ സെലക്ഷനും കൂടെ ബെസ്റ്റ് ആയിരുന്നെങ്കിൽ എത്ര മാർക്ക് കിട്ടിയേനെ? ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ദേ പാവം ഏഞ്ചലിനെ പേടിച്ചു ഞാൻ. അതുകൊണ്ടാണ് അധികം പേടിക്കണ്ട, വിഷമിക്കണ്ട ഓർത്തിട്ടാണ് ഞാൻ കുറച്ചൊരു ക്യൂ ഇട്ടങ്ങ് തന്നത്. പക്ഷെ ശരിക്കും ദാ കണ്ണു വരെ നിറഞ്ഞു. സന്തോഷായി. ചേട്ടന് സന്തോഷായല്ലോ? സൂപ്പർ സന്തോഷം. അപ്പൊ 25.5 മാർക്സ് മോൾക്ക് ലഭിച്ചിട്ടുണ്ട് 30-ല്. അപ്പൊ ഇപ്പൊ അതായിരുന്നില്ല മോൾക്ക് ശരിക്കും 27 കിട്ടിയേനെ സുഖമായിട്ടും. അപ്പൊ അതിനി ശ്രദ്ധിക്കണം കേട്ടോ. പോയിട്ട് വരും മോളെ, കാണാം. താങ്ക് യു. നമ്മളിങ്ങനെ വളരെ ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പം ദേ പെട്ടെന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. പക്ഷെ അത് നമുക്ക് സങ്കടമാണ് അല്ലേ? കാരണം നമ്മുടെ കുരുന്നു കുട്ടികൾ അവരുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മളിങ്ങനെ ശരിക്കും ആസ്വദിച്ചിരുന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് പ്രോഗ്രാമിന് ഒരു ലിമിറ്റില്ലേ, ഒരു ടൈമിംഗ് ഇല്ലേ? നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ബൈ. Gaga mama papa nini, sa sa gaga mama papa gaga mama.
ഭാവിയിൽ ആരായി തീരാനാണ് മോൾക്ക് ഇഷ്ടം? എനിക്ക് പാട്ട് കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ബിസിനസ് മേഖലയായിട്ട് ബിസിനസ് മേഖല. ഓക്കെ. ഒരു എന്റർപ്രിനർ ആവാനാണോ ഇഷ്ടം? ഓക്കെ, അതോടൊപ്പം പാട്ടും. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ, മാലാഖമാരുത്തുവാനിൽ പാടുന്നൊരൽഫോൻസാതന്നെ. നമുക്ക് അവരോട് ചോദിക്കാം. ചിരിച്ചായിരുന്നോ നെവിൻ? അവൻ ചിരിച്ചില്ല, പക്ഷെ എപ്പോഴും അവൻ പറയുന്നത് ചിരിച്ചുകൊണ്ട് പാടുന്ന പോലെ അവൻ ഫീൽ ചെയ്യുന്ന ചിരിക്കുകയാണെന്നാണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ന്യായം ശ്രവിക്കാൻ ആളില്ലാതായി ഞാൻ എൻ്റെ നാവടക്കി, നീതി ലഭിക്കും വേദിയില്ലാതായി. ലിറിക്സ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണോ? അല്ല, കെസ്റ്ററിന്റെ പാട്ട് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതാണ്. ഇനിയുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഫ്ലോറിൽ ആ സീറ്റ് മച്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. അതെ, തീർച്ചയായിട്ടും. ആവേശത്തിരയത് ഉയരുകയോ ആത്മാവിലലയണിയാൻ, ഇമ്പമൃദു തന്ത്രികളുണരുന്നു സംഗീത സാന്ദ്രമയം, ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം, ആദ്യമേളഘോഷങ്ങൾ